ഇനി ഒരു മീഡിയ നരേറ്റീവിലേക്ക് കഴിഞ്ഞ ദിവസം കണ്ട ഒരു തലക്കെട്ട് ED നിഴലിൽ ജനാധിപത്യം. ഒന്ന്. രണ്ടൊരു ചിത്രം, വലിയൊരു ചിത്രം. കേജ്രിവാളിന്റെ ഭാര്യയെ സോറന്റെ ഭാര്യ ആലിംഗനം ചെയ്യുന്നു. വലിയ ചിത്രമാണ്. അപ്പോൾ അതിതാ ഇരകളുടെ ഭാര്യമാർ ഇതാ ചെറുത്തു നിൽക്കുന്നു. അതിന് മേളിൽ വലിയ പടം, ഇന്ത്യ മുന്നണിയുടെ ഒരു ഐക്യദാർഢ്യ പ്രഖ്യാപനം. അപ്പൊ ഇവരെല്ലാരും കൂടി ഇരകളെ രക്ഷിച്ചെടുക്കാനുള്ള. അല്ല, ഈ മലയാള മീഡിയ ആരാണ് നോക്കുന്നത്? മലയാള മീഡിയ അവരുടെ ഉദ്ദേശം എന്താണെന്ന് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ തവണ ഇവിടെ അവരാണ് ഈ രാഹുൽ പ്രധാനമന്ത്രിയാവുന്നുള്ള പ്രചാരണം ഏറ്റുപിടിച്ചത്. അതിൽ ചില ആൾക്കാർ വളരെ സമർത്ഥന്മാരാണ്. ഇപ്പോഴും അവർ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എത്ര രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പരാജയപ്പെട്ട് 5 സീറ്റിലേക്ക് താണുപോയാലും ഞങ്ങൾ ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തുവരുന്നേൽക്കുന്നാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അച്ചാരം വാങ്ങിയതുപോലെയാണ് ഇവിടുത്തെ ആൾക്കാർ പ്രവർത്തിക്കുന്നത്. അത് പക്ഷേ കോൺഗ്രസ്സുകാരല്ല കേട്ടോ, ലെഫ്റ്റാണ് അതിന്റെ പിന്നിൽ. ലെഫ്റ്റിന്റെ ഒരു സ്വാധീനം കേരളത്തിലെ മീഡിയയിൽ വളരെ ശക്തമാണ്. ഇപ്പോൾ മനോരമ ഒരു മുതലാളിത്ത പരസ്യമായി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഞങ്ങൾ ആന്റി കമ്മ്യൂണിസ്റ്റ് ആണ്, ആന്റി ലെഫ്റ്റ് ആണെന്ന് അവരെപ്പോഴും പരസ്യമായിട്ട് പറഞ്ഞു. അച്ഛൻ തന്നെ വളരെ വ്യക്തമായിട്ട് അത് പല ഘട്ടങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ പോളിസി ഞങ്ങൾ ലെഫ്റ്റ് ആണ്, ഞാൻ ലെഫ്റ്റിനെതിരാണ്, ഞങ്ങൾ അത് അവിടെ വ്യക്തമാക്കിയിട്ടില്ല. ബാക്കി ചാനലുകളും അങ്ങനെ തന്നെ മുതലാളിത്ത ചാനലുകളാണെന്ന് ഇവർ പറയുമെങ്കിലും അതിനകത്ത് പണിയെടുക്കുന്നവരൊക്കെ ലെഫ്റ്റാണ്. അവരുടെ എല്ലാം ഉദ്ദേശം വളരെ വ്യക്തമാണ്. BJPക്ക് ഒരു അവസരം കൊടുക്കരുത്, ഇത് കേരളമാണ്, മോദിക്കും BJPക്കും ഇവിടെ സ്ഥാനമില്ല എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് മലയാള മീഡിയയെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം മലയാള മീഡിയയിൽ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ കേരളത്തിൽ ഈ നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. കേരളത്തിൽ BJPക്കും മോദിക്കും അനുകൂലമായിട്ട് ഇത്രയും ശക്തമായിട്ടുള്ള ഒരു തരംഗം ആഞ്ഞടിക്കുമ്പോഴും അവർ പറയുന്നത് രാഹുൽ വീണ്ടും തിരിച്ചു വരുന്നു എന്നാണ്. രാഹുൽ എവിടെ തിരിച്ചു വരുന്നു? ചോദ്യം ജനങ്ങളുടെ മനസ്സിൽ 400+ ആണോ 40+ ആണോ എന്നുള്ളതാണ്. മോദി 400 കടക്കുവോ കോൺഗ്രസ് 40 എത്തുമോ എന്നുള്ളതാണ് ചോദ്യം, റിയൽ ചോദ്യം. അത് രാവിലെ കൈരളിയും ഏഷ്യാനെറ്റും മനോരമയും മാതൃഭൂമിയും കണ്ടിട്ടൊന്നുമല്ല. ആളുകൾക്ക് എല്ലാം അറിയാം. ജനങ്ങളൊക്കെ നല്ല വിവരമുള്ളവരാണ്. അവർ വിരൽ തുമ്പിലാണ് അവരുടെ വിവരങ്ങൾ. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർ മാധ്യമങ്ങളെ ആശ്രയിക്കാതെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാന്തരമായി അതിനെ കവച്ചു വെച്ച് പോകാനുള്ള സംവിധാനങ്ങളുണ്ട്. റിയൽ നറേറ്റീവ് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക എന്നുള്ളതാണല്ലോ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ എഡ്യൂക്കേഷൻ, ആ ഒരു സത്യം, സംവേദനക്ഷമത ഞങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം മോദി ഗ്യാരണ്ടി ഇന്ന് എല്ലാവരും ഏറ്റെടുത്തല്ലോ. അത് ഈ മാധ്യമങ്ങളെ വെച്ചിട്ടല്ലല്ലോ. മാധ്യമങ്ങൾ എന്തുമാവട്ടെ, അവർക്ക് അധിക കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. നമ്മുടെ ചില ആൾക്കാരുടെ പാർലമെന്റിലെ പ്രസംഗത്തെ അപഹസിക്കാനല്ല, പ്രത്യേക അഭിമുഖം തന്നതിന് താങ്കളെ സുഖിപ്പിക്കാനുമല്ല. എത്ര ഭാഷ അറിയാം? അല്ല, ഞാൻ അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതനൊന്നുമല്ല. ആവശ്യങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പം കന്നഡയും തുളുവും എനിക്ക് അത്യാവശ്യം അറിയാം. ഇംഗ്ലീഷും ഹിന്ദിയും എനിക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷെ കമ്മ്യൂണിക്കേഷൻ അത്ര നല്ലതല്ല. പിന്നെ നമ്മളുടെ ഭാഷയുടെ ഗ്രാമർ അല്ലല്ലോ, നമ്മുടെ വികാരമാണല്ലോ പ്രകടിപ്പിക്കുന്നത്. ഒരാളുമായിട്ട്, ഒരു സമൂഹമായിട്ട് നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ആ വികാരം, അത് നാച്ചുറലായിട്ടാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതിൽ കൃത്രിമത്തിന്റെ കാര്യമില്ല. എനിക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ നന്നായി സംസാരിക്കാൻ അറിയുന്ന ഒരാളല്ല, പക്ഷെ കേട്ടാൽ മനസ്സിലാവും. കന്നഡയും തുളും അത്യാവശ്യം എനിക്ക് മനസ്സിലാവും. പിന്നെ മലയാളം നന്നായി സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആരുമായിട്ടാണ് സംവദിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ നമുക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ്. അത് എവിടെ ചെന്നാലും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് പൊതുപ്രവർത്തകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. യാതൊരു വളച്ചുകെട്ടുമില്ല. ഒന്നിലും ഞങ്ങൾക്ക് ഒരു മറയും മടിയുമില്ല. കാര്യങ്ങൾ തുറന്നു പറയും. ഏത് വിഭാഗം ആളാണോ അവിടെ മുമ്പിലിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ സഭയ്ക്കനുസരിച്ച് സംസാരിക്കുക എന്നുള്ള പരിപാടിയില്ല. സത്യമാണ് പറയുന്നത്. ഞങ്ങൾ ശരിയായ നിലപാടാണ് എടുക്കുന്നത്. മോദിയുടെ കാഴ്ചപ്പാടാണ് ഞങ്ങളെല്ലാവരും പ്രാവർത്തികമാക്കുന്നത്. ഇൻഡിവിജ്വലി ഇവിടെ പ്രസക്തമല്ല. ഇപ്പോൾ 20 സീറ്റിൽ ഞങ്ങൾ NDA മത്സരിക്കുന്നുണ്ട്. എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരാണ് ബാക്കി എല്ലാവരും. പക്ഷെ അവരും റെപ്രസെന്റ് ചെയ്യുന്ന മോദിയാണ്. മോദിക്കാണ് വോട്ട്. നരേന്ദ്രമോദി എന്നുള്ളൊരു ഐക്യം ഇന്ന് ഇന്ത്യയിലും ലോകത്തിലും ഇത്രയും സംവേദനക്ഷമതയുള്ള ഒരു നേതാവും ഇല്ല. ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരു ലീഡറും ഇന്ത്യയിലില്ല. ആ ലീഡർ ഉള്ളപ്പോൾ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പ്രസക്തിയുള്ളത്? ബാക്കിയുള്ളവരെല്ലാം ഫോർ മോദിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. മോദിയുടെ പടയാളികൾ. ഞാൻ വയനാട്ടിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോദി കാ സിപ്പാഹി ഹും. അത് മോദിയുടെ പിന്നെ സോൾജിയറാണ് നമ്മളെല്ലാവരും.